ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് ബിരിയാണി കഴിക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബിരിയാണി ഒരു വട്ടം വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ട് അതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ബിരിയാണി ഫാൻ നല്ല രീതിയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ തഴുത്തിലെ റോയൽ ദം ബിരിയാണി എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ടാണ് വന്നത്. അങ്ങനെ ഇക്കോ ബീഫ് ബിരിയാണി, ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ പൊതി മാറിപ്പോയി. പക്ഷേ ഇവിടെ പൊതിയിലാണ് ഈ ബിരിയാണി തരുന്നത്. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നേരെ നമ്മൾ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇവിടുത്തെ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ, ഗീവ് അവേ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു ഗീവ് അവേ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ചാനൽ കയറി നോക്കി അത് മനസ്സിലാവും. അപ്പം ഡിസംബർ 25-ാം തീയതിയാണ് ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇനി അപ്പോൾ വെറും 5 ദിവസം മാത്രമേ ഉള്ളൂ, 5 അല്ല 4 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും കമൻറ്റ് ഇടുക. അപ്പോൾ അക്കൗണ്ട് കയറി നോക്കിയാൽ അത് മനസ്സിലാവും. അങ്ങനെ നേരെ നമ്മൾ അതൊക്കെ കഴിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പുല്ലിച്ചിറയിൽ പള്ളി നമ്മൾ ഇന്നലെ പോയായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാമെന്ന്. പിന്നെ എനിക്കൊരു ചെരുപ്പാണ് വാങ്ങിയത്. ഇത് 200 രൂപ ആയതേ ഉള്ളായിരുന്നു. അമ്മയ്ക്കും ഒരു ചെരുപ്പ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 2 എണ്ണം കൂടി 400 രൂപ ആയതേ ഉള്ളായിരുന്നു. നമ്മൾ ഈ ഉത്സവത്തിന് കിട്ടുന്ന മുറുക്കില്ലേ, അത് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതും വാങ്ങി. കുറച്ചധികം ഫാൻസിയാണ് പിന്നെ വാങ്ങിയത്. ഈ ഒരു ബോർഡ് ക്ലിപ്പിന് 20 രൂപ ആയതേ ഉള്ളായിരുന്നു. അത്യാവശ്യം നല്ല വിലക്കുറവിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഇത്രയധികം ചീപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ ഈ ഒരു ക്ലിപ്പ് അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. ഒരെണ്ണം 10 രൂപ വെച്ച് ആയതേ ഉള്ളായിരുന്നു. ഈ ഒരു കമ്മലും 30 രൂപ ആയതേ ഉള്ളായിരുന്നു. പിന്നെ ഈ 2 കമ്മൽ 10 രൂപ ആയതേ ഉള്ളായിരുന്നു. അപ്പം നല്ല രസമുള്ള കമ്മലാണ് അത്യാവശ്യം. പിന്നെ ഈ ഒരു കമ്മൽ 30 രൂപയായുള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിലിരിപ്പോണ്ട് ഒരു കല്ല് പോയായിരുന്നു. പിന്നെ ഈ ഒരു കമ്മലിന് 10 രൂപ ആയതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചൊരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പല്ലുവേദന സഹിക്കാൻ വയ്യാതെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നായിരുന്നു, അലർജിയും കാര്യങ്ങളൊക്കെയും വേണ്ടി. അങ്ങനെ അതിനൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം നേരത്തെ പല്ലുവേദന മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പം ഇഞ്ചക്ഷൻ എടുത്ത വേദനയും കൂടെ സഹിക്കേണ്ടി വന്നായിരുന്നു. ഇങ്ങനെ ഒരാൾ ഇവിടെ തടവിയൊക്കെ തരുവാണ്, ചുമ്മാതെയാണ്. ഒരു തക്കം കിട്ടുവാണെങ്കിൽ കയ്യിൽ കുത്താൻ വേണ്ടിയായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മരുന്നും കാര്യങ്ങളും ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് മരുന്നൊക്കെ കിട്ടി. ഇനി ഞാൻ വീട്ടിൽ പോയി കിടക്കട്ടെ. ബായ്.